മഹാദേവ് ജന ടിവിയെ മാത്രമല്ല സകല മാധ്യമങ്ങളെയും വെല്ലുവിളിക്കുകയാണ് ശ്രീ PM-NIAS. കാരണം എല്ലാ മാധ്യമങ്ങളും എടുത്തൊരു വിഷയം, ഇതിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് ഒരു നിലപാടും പറയാത്തൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ IC ബാലകൃഷ്ണൻ പരാതിയുമായൊക്കെ ചെല്ലുന്നത് ഏത് ഘട്ടത്തിലാണെന്നൊക്കെ നമുക്കറിയാം. ഇവർ പറയുന്നത് എങ്ങനെ മുഖവിലയ്ക്ക് എടുക്കാൻ കഴിയും? അല്ല, ഇതിനകത്ത് ഈ മുഹമ്മദ് നിയാസ് സാർ സത്യത്തിൽ അദ്ദേഹം പരിഭ്രാന്തനായിക്കൊണ്ടാണ് അദ്ദേഹം വാക്കുകൾ പറയുന്നത്. അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം പറയുന്ന പല കാര്യങ്ങൾക്കകത്തും കൃത്യമായിട്ട് അദ്ദേഹം ന്യായീകരണം നടത്തുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, IC ബാലകൃഷ്ണൻ വയനാട്ടിൽ നടത്തിയിട്ടുള്ള അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാങ്ക് കോഴയുമായി ബന്ധപ്പെട്ട മുഴുവൻ ഇടപാടുകളും ഈ പാവപ്പെട്ട മനുഷ്യനെ മുൻനിർത്തിക്കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് പകൽ പോലെ സത്യമാണ്, ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അവസാനം ഈ കടബാധ്യത മുഴുവൻ ഈ മനുഷ്യൻ എങ്ങനെയാണ് വന്നത് അത് നമ്മൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഇദ്ദേഹം സാമ്പത്തികമായിട്ട് ഏതെങ്കിലും രീതിയിൽ ഉയർച്ച നേടണം, അത് ഈ MN വിജയൻ ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഏതെങ്കിലും രീതിയിൽ ബിനാമി സ്വത്തുക്കൾ ഉണ്ടാക്കിയിരിക്കണം, ഇത് ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള കടബാധ്യത എങ്ങനെ വന്നു എന്ന് പറഞ്ഞ പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ് കുടുംബം ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് ഉത്തരമാണ് കത്തിന്റെ രൂപത്തിൽ അദ്ദേഹം പറയുന്നത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് ഈ മനുഷ്യനെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വലിയ അഴിമതി നടത്തിയത്. അവസാനം കൈയൊഴിയുന്നു. സത്യത്തിൽ ഈ പറയുന്ന IC ബാലകൃഷ്ണൻ സത്യത്തിൽ ഇവർ പറയുന്ന ഈ പീറ്റർ മാഷയുടെ കാര്യമായിക്കോട്ടെ, കുടുംബം പുറത്തുവിട്ട രേഖകളായിക്കോട്ടെ, ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ചില ഫാക്ടുകളുണ്ട്. പിന്നെ ഇദ്ദേഹം പറയുന്നത് എവിഡൻസ് എവിഡൻസ്, ഇതൊന്നും ലീഗലി നടന്ന ഒന്നുമല്ല. നമ്മൾ മനസ്സിലാക്കണം, ഇപ്പൊ കോഴ കൊടുത്ത പണമായിക്കോട്ടെ, ഇതൊന്നും ലീഗലി നടന്നൊരു കാര്യമായിട്ടുള്ള ഡോക്യുമെന്റ് ആയിട്ട് നമുക്ക് പൊതുസമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കാൻ സാധിക്കുന്നത് അതല്ലല്ലോ. ഇത് മുഴുവൻ നടന്നിട്ടുള്ളത് പിൻവാതിൽ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനകത്ത് കൃത്യമായിട്ട് പാർട്ടിയെ ബോധ്യപ്പെടുത്താൻ ഈ മനുഷ്യൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, രാഹുൽ ഗാന്ധിയുടെ അടുത്ത് പോലും ഈ പരാതികളുമായിട്ട് ഈ മനുഷ്യൻ പോയിട്ടുണ്ട്. അദ്ദേഹം മുട്ടാത്ത വാതിലുകളില്ല. എന്നിട്ടും ആ മനുഷ്യൻ അവസാനം ആത്മഹത്യയിലേക്ക് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ള നേതൃത്വത്തെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്. അത് പറയുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ നുണപ്രചരണം നടത്തിയാണെന്ന് നിങ്ങൾ എങ്ങനെ പറയുന്നത്? നിങ്ങൾ KPCC ഉപസമിതിയും ഇന്ന് കൃത്യമായിട്ട് പറഞ്ഞത് എന്താ? അത് അവർ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇതിനകത്ത് ഏതെങ്കിലും വിധത്തിൽ വ്യക്തികൾ കാരണമാണ് ഇദ്ദേഹത്തിന് ഈ മരണത്തിലേക്കുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത് അന്വേഷിക്കുമെന്നാണ് ഇന്നത്തെ KPCC അച്ചടക്ക സമിതി ചെയർമാൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സമീപനം നിങ്ങൾക്ക് ആദ്യം എന്തുകൊണ്ട് നിങ്ങൾ ചെയ്തില്ല? ഞങ്ങൾ ചോദിക്കുന്നത്, ഈ ഒരു മനുഷ്യൻ ആത്മഹത്യക്ക് വിട്ടുകൊടുത്തതിന് ശേഷം അതിനെ ആ മനുഷ്യനെ കുറിച്ചും ആ കുടുംബത്തെക്കുറിച്ചും കുപ്രചരണം നടത്തുന്നതല്ലോ അന്തസ്. അതൊരു ഇടതുപക്ഷ രീതിയാണ്. ആ ഇടതുപക്ഷ രീതിയിലേക്ക് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും അതപ്പതിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഇവിടുത്തെ മുഴുവൻ ചോദ്യങ്ങളും ഇവിടുത്തെ മുഴുവൻ ഇതിനകത്ത് ആരോപണ വിധേയനായിട്ടുള്ള IC ബാലകൃഷ്ണനാണ്. അദ്ദേഹം രാജിവെച്ചുകൊണ്ട് അദ്ദേഹം ഇതിനെ നേരിടണം. IC ബാലകൃഷ്ണനും ND അപ്പച്ചനും കൃത്യമായി പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ഇത് ഞങ്ങൾ ഒരു രാഷ്ട്രീയ ആരോപണമല്ല, ഇത് കേരളത്തിൽ നടക്കുന്ന ബാങ്ക് അഴിമതി. ഇപ്പൊ KPCC പ്രസിഡന്റ് ഒരു തിട്ടൂരം ഇറക്കിയത് കൊണ്ട് കോൺഗ്രസ്സുകാരും കോഴ മേടിക്കില്ല എന്നാണ് നിയാസെ നിങ്ങൾ പറയുന്നത്? അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളാണോ കേരളത്തിൽ? അങ്ങനെ നിങ്ങൾ ഒരു പത്രക്കുറിപ്പ് ഇറത്തി ഞങ്ങൾ കോഴ മേടിക്കില്ല, ഇത് ഇന്നും ഇന്നലെയും തമ്മിൽ കോഴയല്ല. ഞങ്ങൾ പറഞ്ഞല്ലോ, BJP ഭരിക്കുന്ന ഒരു ബാങ്ക് ഉണ്ട് അവിടെ. ആ ബാങ്ക് നിയാസ് സാറിന് അറിയാലോ. ആ ബാങ്കിന്റെ ഭരണം ഞങ്ങൾ പിടിച്ചെടുക്കും, അതിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പർമാരെ ഞങ്ങൾ വിലക്കെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ ബാങ്കിലേക്ക് നിയമനം നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് 22 പേരുടെ കയ്യിൽ നിന്നാണ് പണം മേടിച്ചിട്ടുള്ളത്. അപ്പൊ ഈ അഴിമതിയുടെ ആഴം എത്രയാണ്? ഈ ബാങ്ക് കൊള്ളയുടെ ആഴം എത്രയാണ്? അതിനെതിരെയാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത്. ഇതിന്റെ ഒക്കെ രക്തസാക്ഷിയായിട്ട് അവസാനം അവശേഷിച്ചത്, കഥാവശേഷനായത് ഈ പാവപ്പെട്ട മനുഷ്യനാണ്. അതുകൊണ്ട് ഈ മനുഷ്യന്റെ ആത്മഹത്യയിൽ നിന്ന് കോൺഗ്രസ് നേതൃത്വത്തിനോ IC ബാലകൃഷ്ണനോ ND അപ്പച്ചനോ എങ്ങനെയാണ് കൈ കഴുകാൻ സാധിക്കുക? KPCC പ്രസിഡന്റ് സുധാകരന്റെ അടുത്ത് ഈ വിഷയം അറിഞ്ഞിട്ടുണ്ടല്ലോ, ഇദ്ദേഹത്തിന് വലിയ കടബാധ്യത ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടല്ലോ, രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ, KC വേണുഗോപാൽ അടക്കമുള്ള ആളുകളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി, ഇദ്ദേഹം ഒരു ബൂത്ത് പ്രസിഡന്റ് അല്ല. നിങ്ങളിപ്പോൾ കോൺഗ്രസിന്റെ ഒരു ബൂത്ത് പ്രസിഡന്റാണ് ഈ ചെയ്തതെങ്കിൽ നിങ്ങൾ പറയുന്നതിനകത്ത് ന്യായീകരിക്കാം. അദ്ദേഹം ആരാണ്? 50 വർഷമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. പാർട്ടിയുടെ DCC ട്രഷററാണ്. ആ DCC ട്രഷററിന് പാർട്ടിയുടെ DCC പ്രസിഡന്റ് ആയിരുന്ന ആള്, MLA ആയിരുന്ന ആള് കാരണമാണ് ഞാൻ മരണപ്പെടേണ്ടത്, എന്റെ ശരീരത്തെ വിട്ടുകൊടുക്കേണ്ടി വരുന്നത്, എനിക്ക് ഗതികോട് കൊണ്ടാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അതിനെ എങ്ങനെയാണ് ന്യായീകരിക്കുക? ഈ ന്യായീകരണം തന്നെയാണ് KPCC പ്രസിഡന്റ് ആദ്യം നടത്തിയത്, ഇപ്പൊ മുഹമ്മദ് നിയാസ് നടത്തുന്നത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ പൊതുസമൂഹം ഇതൊക്കെ തിരിച്ചറിയുന്നുണ്ട്. ഇത് കേരളത്തിൽ 2 സ്റ്റേജാണ്. ഒന്ന്, CPM-കാർ ഇന്ന് ADM അടക്കമുള്ള നവീൻ ബാബു അടക്കമുള്ള ആളുകളെ CPM-കാർ ഉദ്യോഗസ്ഥന്മാരെ കൊല്ലാൻ നടക്കുമ്പോൾ സ്വന്തം പാർട്ടിക്കാരെ കൊല്ലാൻ നടക്കുകയാണ് കോൺഗ്രസ്സുകാർ.
അപ്പൊ അതുകൊണ്ട് അത് പറയുന്ന സമയത്ത് ഞങ്ങൾ തെളിവുകൾ അല്ലെങ്കിൽ ആരോപണമാണ്, ഞങ്ങൾ കൃത്രിമമായിട്ട് കാര്യങ്ങൾ പറയുകയാണ് എന്നല്ല നിയാസെ പറയേണ്ടത്. നിങ്ങളെ പോലെ ഉത്തരവാദിത്തമുള്ള ഒരാൾ അതിനകത്ത് എന്താ പറയേണ്ടത്? ഇതിനകത്ത് ഏതെങ്കിലും പാർട്ടിയുടെ പ്രവർത്തകനോ നേതാക്കൾക്കോ പങ്കുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെതിരെ നടപടിയെടുക്കും എന്നല്ല പറയേണ്ടത്. അതിലെ പൊതുസമൂഹത്തോട് പറയേണ്ട ബാധ്യത നിങ്ങളുടെ പാർട്ടിക്കുള്ളിലെ കാര്യമാണ്. ആ പാർട്ടിക്കുള്ള കാര്യമാണെങ്കിൽ പോലും കേരളത്തിലെ പൊതുമനസാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് കേരളത്തിലെ പൊതുപ്രവർത്തകന്മാരുടെ ഒരു പൊതുധാരണ. ആ ധാരണ അങ്ങേക്ക് നഷ്ടമായത് ഞങ്ങളുടെ കുറ്റമല്ല. ഞങ്ങൾ BJP-ക്കാർ കള്ളം പറയുന്നു, കോൺഗ്രസിന് ചിലപ്പോൾ CPM-ന് ചിലപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും രാഷ്ട്രീയപരമായ ലക്ഷ്യങ്ങൾ ഉണ്ടാവാം. ഞങ്ങൾക്ക് കൃത്യമായി അറിയുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ ഭരിക്കുന്ന ഒരു ബാങ്കിനകത്ത് ഞങ്ങൾ ബാങ്ക് ഭരണം പിടിച്ചടക്കുന്ന കൃത്യമായി 2013 ആ നീക്കം പൊളിച്ചു കൊടുത്തതാണ് BJP. വളരെ കൃത്യമായി ഇത്തരത്തിൽ 22 പേരിൽ നിന്ന് കോഴ വാങ്ങാൻ എടുത്ത ഒരു കള്ളക്കളി പൊളിച്ചു കൊടുത്ത പാരമ്പര്യമുണ്ട് സുൽത്താൻ ബത്തേരി ബാങ്കിന്. അതൊക്കെ PM നിയാസിന് അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.